ഫൈസാബാദ് നഗരം അയോധ്യയിലേക്കുള്ള ഒരു ദൂരം ഏകദേശം ഒരു 10 കിലോമീറ്റർ. അതൊരു വീതിയുള്ള നല്ല റോഡായിരുന്നു. ആ ഫൈസാബാദിലെ 10 കിലോമീറ്റർ കഴിഞ്ഞ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ താൽക്കാലിക ക്ഷേത്രം നിലനിന്നിരുന്ന ആ ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്ന മേഖലയിലേക്ക് തീർത്തും ഒരു കാറിന് പോകാൻ സാധിക്കുന്ന ദൂരം, അതും വൃത്തിഹീനമായ ഒരു സാഹചര്യം, അതെല്ലാം അയോധ്യയിലെ ഒരു മുഖം തന്നെയായിരുന്നു തീർച്ചയായും. പക്ഷേ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച ഒരു പുണ്യയാത്ര അല്ലെങ്കിൽ തീർത്ഥയാത്ര പൂർത്തിയാക്കണമെങ്കിൽ അയോധ്യ കൂടി സന്ദർശിക്കണമെന്നാണ്. ആ അയോധ്യ ഒരു മനോഹര നഗരിയായി മാറുന്നു. ആ സമയത്ത് ഇവിടെ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് സപ്ത നഗരികളിൽ ഒന്നാണ് ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ. ഹിന്ദു വിശ്വാസം അതിന്റെ അടിസ്ഥാനം എന്നത് ഭാരതത്തിലെ 7 സപ്ത നഗരികളിൽ ഒന്നാണ് അയോധ്യ എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞിരുന്നു, ഒരു തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ ഒരു തവണയെങ്കിലും അയോധ്യ സന്ദർശിക്കണം എന്നതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ജിഷ്ണു, നമ്മൾ ഈ നിൽക്കുന്ന വീതി തന്നെ ഇപ്പോൾ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ഇടുങ്ങിയ റോഡുകളെ പറ്റി പറയുമ്പോൾ മുൻപ് ഇങ്ങനെ ഒരു പാത ഉണ്ടായിരുന്നില്ല. ഈ ധർമ്മപത്ത് ഇത്രത്തോളം വിശാലമായിരുന്നില്ല. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചിരുന്നു. കേവലം ഒറ്റ വരി പാതയായിരുന്ന ധർമ്മപത്തിന്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. വളരെ വിശാലമാണ്. NH പോലെ ഒരു ദേശീയ പാതയായി അത്രത്തോളം വിസ്തൃതിയുള്ള വലിയൊരു പാതയായി ഇത് മാറിയിരിക്കുന്നു. മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയത്. കാരണം വീടുകൾ ഒഴിപ്പിക്കുക, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കടകൾ ഒഴിപ്പിക്കുക, അവിടെ ഇത്ര വലിയൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ലാൻഡ് അക്വിസിഷൻ എത്രത്തോളം സംഘർഷം, ഒരു ചെറിയ പ്രശ്നം പോലും നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഭൂമി നൽകാൻ സാധിക്കുന്നവർക്ക് പകരം ഭൂമി നൽകിക്കൊണ്ട് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് വളരെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള വികസനമാണ് അയോധ്യയിൽ നടന്നിട്ടുള്ളത്. അത് നമുക്ക് കൺമുന്നിൽ കാണാൻ സാധിക്കുന്നവർ കേവലം പേപ്പറുകളിലോ അല്ലെങ്കിൽ നേതാക്കളുടെ പ്രസംഗങ്ങളിലോ അല്ല, നേരിട്ട് കടലിലൂടെ ഉമേഷ് നേരത്തെ 2016 അയോധ്യയിൽ വന്നതെന്ന് പറഞ്ഞു. ഇനിയൊരു വേളയിൽ അയോധ്യയിൽ വരുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകും എന്താണ് ഈ ക്ഷേത്ര നഗരിയിൽ നടന്നിട്ടുള്ളത്. അത് എത്രത്തോളം ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ വികസനം നടപ്പാക്കിയിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി ഏതൊരു തീർത്ഥാടകരും അയോധ്യയുടെ ഭൂമിയിലെത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വികസന പദ്ധതികളും വികസന സങ്കല്പങ്ങളൊക്കെ എത്ര പറഞ്ഞാലും വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ ഒരുപാട് ഉണ്ട് അവിടെ. എന്നാൽ അറിയേണ്ടത് ഇന്നലെ നമ്മൾ ഈ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തുടങ്ങിയ സമയം മുതൽ പ്രേക്ഷകർ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട്. എന്ന് മുതൽ ഞങ്ങൾക്ക് ദർശനം നടത്താനെത്തും കഴിയും, അവിടെ ദർശനം നടത്താൻ എന്നുപോലാണ് സാധാരണക്കാർക്ക് അവിടെയൊക്കെ പ്രവേശനമുള്ളത്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്, 22-ാം തീയതി നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് സാധാരണക്കാരായ ഭക്തർക്ക് പ്രവേശനമുണ്ട്. ഇന്നലെ സൈക്കിളിലും കാൽനടയിലുമായൊക്കെ ചില തീർത്ഥാടകരൊക്കെ അവിടേക്ക് യാത്ര ചെയ്യുന്നതൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ദർശനം നടത്താൻ സാധിക്കും. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അങ്ങനെ ഉയരുന്നുണ്ട്. ചോദ്യങ്ങളിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ ഏതൊരു വിശ്വാസിയും കേട്ടു പഴകിച്ചതാണ് അയോധ്യയും അതിനുശേഷമുണ്ടായ അവിടുത്തെ സംഘർഷഭരിതമായ നാൾവഴികളും ഒക്കെ. അതുകൊണ്ട് അയോധ്യയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും അതിങ്ങനെ അക്ഷമരായ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാണ് ഇത് കാണാൻ സാധിക്കുക, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാണ് സാധാരണക്കാരായ ഭക്തർക്ക് അവിടേക്ക് എത്താൻ സാധിക്കുക. ഒപ്പം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ആർക്കൊക്കെയാണ് പ്രവേശനമുള്ളത്, അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഉമേഷെ, ശക്തമായ നിയന്ത്രണം സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം ഇത്ര വലിയൊരു ചടങ്ങാണ്. നമ്മുടെ രാജ്യം അടുത്ത കാലത്തൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ചടങ്ങാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങല്ല, മറിച്ച് ഒരു മനുഷ്യജന്മത്തിൽ ഒരുപക്ഷെ ഒരു തവണയൊക്കെ ഇത്തരം ഒരു ചടങ്ങ് കാണാനും സാക്ഷിയാകാനും ഒക്കെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അത്ര വലിയ സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലുമുള്ള പാളിച്ചകൾ പോലും ഉണ്ടാക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം UP സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ട്, ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്നുണ്ട്. അതിനാൽ വളരെ കൃത്യമായി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം ജനുവരി 22 ആ ദിവസം ജനുവരി 22 വരെ അതിഥികൾ മാത്രം. അത് അയോധ്യ എന്ന നഗരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കാരണം ഇതൊരു ചെറിയ നഗരമാണ് അയോധ്യ, ഒരു വലിയ പട്ടണമല്ല. അപ്പം ഇതിന്റെ യഥാർത്ഥ കാരണം ഇപ്പൊ വേണമെങ്കിൽ, അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷത്തിലും ചുറ്റും സാധാരണക്കാരായിട്ടുള്ള തീർത്ഥാടകർ പോകുന്നുണ്ട്. ഇപ്പൊ ആളുകൾക്ക് വന്നു പോകും നേടാം. രാമക്ഷേത്രം, താൽക്കാലിക രാമക്ഷേത്രത്തിൽ ദിവസവും ഭക്തർ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ 21, 22 തീയതികളിൽ അയോധ്യയിൽ സ്വാഭാവികമായും കർശനമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും. കാരണം ഈ നഗരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഉണ്ടായാൽ, കാരണം നമുക്കറിയാം ഇതൊരു വലിയൊരു വൈകാരിക തലം കൂടിയാണ്. കാരണം ഏതാണ്ട് ഒരു 500 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമല്ല. അത്തരം വലിയൊരു കാത്തിരിപ്പിനൊടുവിൽ രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം നടക്കുമ്പോൾ, പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ നിയന്ത്രണം ഇല്ല എങ്കിൽ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം കോടിക്കണക്കിന് ആളുകൾ ഭാരതത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിന് പുറത്തു നിന്ന് പോലും
കോടിക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തും. അത് വലിയ തോതിലുള്ള സുരക്ഷാ പ്രശ്നം മാത്രമല്ല, ആളുകൾ ഒരു പ്രദേശത്തിന് താങ്ങാവുന്നതിലധികം ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതിനാൽ ആ ദിവസം ശക്തമായ നിയന്ത്രണം ഉത്തർപ്രദേശിൽ എങ്ങും ഉണ്ടാകും. സാധാരണക്കാരായ തീർത്ഥാടകർക്ക് ജനുവരി 23 മുതൽ തന്നെ തൊട്ടടുത്ത ദിവസം മാത്രമല്ല, ഒരു പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടി കാത്തിരുന്ന അയോധ്യയിലേക്ക് എത്തുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്നുള്ളത്. കാരണം അയോധ്യയിൽ ഇപ്പോഴും ഈ നഗരത്തിന്റെ മോടി പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം വലിയൊരു കൂട്ടം തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തും. അപ്പോൾ ഒരു ചെറിയ സമയം കൂടെ കാത്തിരുന്ന ആ തിരക്കൊഴിഞ്ഞ് അയോധ്യ എന്ന പുണ്യ നഗരത്തിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിക്കാൻ തക്കവണ്ണം സാധാരണക്കാരായ കാത്തിരിക്കാൻ ആളുകൾ രാമഭക്തർ ഒരുക്കമല്ല. കാത്തിരിപ്പിന്റെ അതിന്റെ കഴിഞ്ഞ 500 വർഷമായി കാത്തിരിക്കുകയാണ്. ഇനിയൊന്നും കാത്തിരിക്കാൻ കഴിയില്ല. ആളുകളൊക്കെ ഇങ്ങനെ വിയർപ്പ് മുട്ടിയിരിക്കുകയാണ്. എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകാൻ കഴിയുക? അങ്ങനെ ഇടതടം ഇല്ലാതെ ഫോൺ കോളുകൾ ജനൻ ടിവിയുടെ ഓഫീസിലൊക്കെ വരുന്നുണ്ട്. എപ്പോഴാണ് പോകാൻ സാധിക്കുക, എങ്ങനെയാണ് എത്താൻ സാധിക്കുക, എന്താണ് പ്രവേശനത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ ചോദിച്ച് ആളുകളുടെ വിളികൾ ഇങ്ങനെ നിരന്തരം വരുന്നുണ്ട്. അതുകൊണ്ട് കാത്തിരിപ്പിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം അവിടെ എത്താനുള്ള തയ്യാറെടുപ്പിലാണ് രാമഭക്തരൊക്കെ ഗൗതം സൂചിപ്പിച്ചത്. എന്തായാലും വളരെയധികം നന്ദി വിശദമായ വിവരങ്ങൾ അയോധ്യയിൽ നിന്ന് പങ്കുവച്ചതിന്. ഇനിയും വരുന്ന മണിക്കൂറുകളിലും നാളെയും ഒക്കെ വിശദമായ കാഴ്ചകൾ അയോധ്യയുടെ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നിങ്ങളുടെ വാക്കുകൾക്ക് അങ്ങനെ കാത്തിരിക്കുന്നു. അയോധ്യയിൽ നിന്നുള്ള ഓരോ സ്പന്ദനവും അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ടീം ജനത്തെ കാത്തിരിക്കുന്നു. എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്ദി പറയുന്നു.